നമ്മൾ കേരളീയരുടെ പ്രധാന ഭക്ഷണമായിരിക്കുമല്ലോ ദോശ ഇഡലിയൊക്കെ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ദോശമാവോ ഇഡലി മാവോ ഒക്കെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലാണ് ഇവിടെ അളന്നെടുക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസ്സിലൊരു 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നല്ലതുപോലെ ഒന്ന് കഴുകാം. 1 2 3 പ്രാവശ്യം നമുക്ക് അതിനകത്തെ അഴുക്കനുസരിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് അത് കുതിരാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ വൈകിട്ട് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 9-10 മണിയായപ്പോഴാണിത് കുതിർക്കാൻ വെക്കുന്നത്. അതിനുശേഷം അതേ ഗ്ലാസ്സിൽ നമ്മൾ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. അപ്പോൾ ഒരു ഗ്ലാസ് ഫുള്ളില്ല, ഒരു 1/4 ഗ്ലാസോളം ഞാൻ ഉഴുന്നും എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവായൂടെ ചേർത്ത് നമ്മൾ അത് നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളം കളഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ ഇത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുവാണ്. അതിനുശേഷം നമ്മൾ വൈകിട്ട് നമ്മുടെ അരി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ചോറ് വെക്കില്ലേ വീട്ടിൽ, ആ ചോറും കൂടെ കുറച്ച് ആഡ് ചെയ്ത് നമ്മൾ പരമാവധി വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് വേണം നമ്മൾ എപ്പോഴും മാവ് അരച്ചെടുക്കാൻ. കുറച്ച് മാത്രം വെള്ളം ചേർക്കുക. അതുപോലെ തന്നെ അത് മാറ്റി വെച്ചു. അതിലേക്ക് ഉഴുന്നും അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ കുറച്ച് മാത്രം വെള്ളം ചേർത്താണ് ഉഴുന്നും അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഓവർനൈറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. അതിനുശേഷം പിറ്റേന്ന് രാവിലെ കണ്ട നല്ല സൂപ്പർ മാവ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കി നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ദോശയൊക്കെ നല്ല അടിപൊളി ദോശ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്.